ജനപ്രിയ നായകൻ ദിലീപ് ആദ്യമായി നിർമ്മാതാവായ വർഷമാണ് 2003. CID മൂസ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലൂടെ നിർമ്മാതാവ് എന്ന രീതിയിലും ദിലീപ് ഒന്ന് സെറ്റായി എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് 2004 എന്നൊരു വർഷം, ആ വർഷത്തെ ദിലീപിന്റെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ സിനിമ വാളയാർ പരമശിവം, അതായത് റൺവേ. ഈ ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതായത് സിബി ഉദയൻ ആ റൈറ്റേഴ്സിന്റെ, എനിക്ക് തോന്നുന്നു ദിലീപിനെ വെച്ച് ചെയ്ത ഒരു ആദ്യത്തെ ഒരു മാസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് കൂടുതലും ഹ്യൂമർ ഒക്കെ ആയിരുന്നല്ലോ. ഒരു മാസ് സംഭവം തുടങ്ങുന്നത് റൺവേയിലായിരിക്കും. ശരിക്കും അതിന് മുമ്പ് ദിലീപ് പല സിനിമകളും ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റൺവേ എന്ന് പറയുന്ന ഒരു സിനിമ ഒരിക്കലും ദിലീപിനെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. അത് ആദ്യം മമ്മൂട്ടിയെ വെച്ച് ആലോചിച്ചിരുന്ന ഒരു കഥയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയിലേക്ക് എത്തി. പക്ഷെ അവസാനമാണ് എന്തായാലും അത് ദിലീപിലേക്ക് എത്തി. ജോഷി ഡയറക്ട് ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള സിനിമ. അതൊരു ഏപ്രിൽ മാസം, വിഷു ഒക്കെ കഴിഞ്ഞ 2004 വിഷു ഒക്കെ കഴിഞ്ഞ ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞ ഒരു ഏപ്രിൽ എൻഡിലാണ് തോന്നുന്നത് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. ശരിക്കും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ദിലീപ് വേറെ കുറെ സിനിമകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ചതിക്കാത്ത ചന്തു. അന്ന് ചതിയൻ ചന്തു എന്ന പേരിൽ ആദ്യം റഫി മേക്കാട്ടിനെ അനൗൺസ് ചെയ്ത്, പിന്നീട് അത് ദിലീപ് മാറിക്കഴിഞ്ഞപ്പോഴാണ് അത് ജയസൂരി വരണതും. അങ്ങനെയാണ് ചതിക്കാത്ത ചന്തു ആയത്. കുറച്ച് സ്ക്രിപ്റ്റ് മാറ്റങ്ങളൊക്കെ വരുത്തി. എന്തായാലും അതിന് പകരം ദിലീപ് എന്തായാലും റൺവേ എന്ന സിനിമ തന്നെ ചെയ്തു. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അന്നത്തെ ഒരു മാഗസീനിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് റൺവേക്ക് മുമ്പുള്ള കുറച്ച് സിനിമകൾ, അതായത് റൺവേ, അതായത് CID മൂസ ഹിറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മിഴി രണ്ടിലും, പട്ടണത്തിൽ സുന്ദരം, വാറല്ലോ, ഇതൊന്നും അങ്ങനെ ഏറ്റില്ലല്ലോ ബോക്സ് ഓഫീസിൽ. ഇത് കഴിഞ്ഞിട്ടാണ് റൺവേ ഇറങ്ങണത്. റൺവേ എന്തായാലും ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റായി. ദിലീപ് ഒരു മാസ് ഹീറോ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ദിലീപ് വന്നുകൊണ്ടാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു ഹീറോ ആയിരുന്നെങ്കിൽ ദിലീപ് അതിൽ കുറെ ഹ്യൂമർ ആഡ് ചെയ്തു, കുറെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത്, ഹരിശ്ര ശോഭനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം ദിലീപ് ചെയ്തു. അത് വേറൊരു നടനാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ആ സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇറങ്ങി ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അന്ന് ഹൗസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അതിലെ പാട്ടുകളൊക്കെ, സുരേഷ് പിറ്റേഴ്സിന്റെ പാട്ടൊക്കെ വരുമ്പോൾ തിയേറ്ററിലൊക്കെ നല്ല കയ്യടിയും ബഹളമൊക്കെ വരുന്നത് നല്ല ഒരു ഓർമ്മയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഓർമ്മകളും നിങ്ങൾ പങ്കുവെക്കുക. അടുത്ത സിനിമ പ്രിയദർശൻ ദിലീപ് കൂട്ടുകെട്ടിലെ സിനിമ. അത് പ്രിയദർശൻ ദിലീപിനെ നായകനാക്കി ചെയ്ത ആദ്യത്തെ ഒരു സിനിമ തന്നെയാണ്. അതിനു മുമ്പ് മേഘമുണ്ട്. പക്ഷെ ദിലീപ് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ലെവലോട്ട് എത്തിയ ശേഷം ചെയ്തൊരു സിനിമയാണ് വെട്ടം. അത് കലാഭവൻ മണിയും ദിലീപും. അതിനു മുമ്പ് ശരിക്ക് കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമയിൽ കലാഭവൻ മണിനെ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ വിളിച്ചതാണ്. അന്ന് പക്ഷെ മണിക്ക് തമിഴിലും തെലുങ്കിലൊക്കെ കുറെ സിനിമകളുള്ള കാരണം മണിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിൽ സലീം കുമാർ വരുന്നത്. എന്തായാലും ഇതിൽ നമുക്ക് മണിയല്ലാണ്ട് വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. അടിപൊളി പടം. അത് ശരിക്കും കുറച്ച് ഡിലേ. അത് ജൂലൈ 4 ദിലീപിന്റെ ഭാഗ്യദിനത്തിന് ഇറങ്ങേണ്ടതായിരുന്നു. അന്ന് സിനിമ സമരം 2004 ആ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായ ഒരു സിനിമാ സമരം നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. അന്ന് അമ്മ സംഘടനയും നിർമ്മാതാക്കളുടെ അസോസിയേഷനൊക്കെ ആയിട്ട് അഗ്രിമെന്റ് പേരിൽ ഒരു പ്രശ്നം വരണതും, അഗ്രിമെന്റ് ഞങ്ങൾ സൈൻ ചെയ്യില്ല എന്നും പറഞ്ഞ് അഭിനേതാക്കളൊന്നും അഭിനയിക്കാതെ അവരൊക്കെ ഒരു ദുബായ് ഷോയ്ക്ക് പോണതും, ആ സമയത്ത് വിനയനും കമലും സത്യവും മഞ്ഞുവൽ പെൺകുട്ടി സിനിമ ചെയ്ത ആ സമരം പൊളിച്ച കഥയൊക്കെ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഡിലേ വന്നതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു അറിവ്. ആ സിനിമ അന്ന് ജൂലൈയിൽ ഇറങ്ങാതെ അത് ഓണത്തിന് റിലീസായത്. പക്ഷെ വെട്ടം അന്ന് തിയേറ്ററിക്കലി വലിയ ലാഭം കിട്ടിയ സിനിമയല്ല. പക്ഷെ പിന്നീടാണ് ആ ഒരു സിനിമ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇന്ന് ടിവിയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. എന്തായാലും 2004 ഓണത്തിന് ഇറങ്ങിയ ഒരു സിനിമ തന്നെയായിരുന്നു. നല്ല രസമുള്ള സിനിമ തന്നെയാണ് വെട്ടം. അടുത്ത സിനിമ TV ചന്ദ്രന്റെ സിനിമ കഥാവിശേഷനും അതൊരു നല്ലൊരു സിനിമ, ഒരു കൊച്ചു സിനിമ. ആ സിനിമ ഒരിക്കലും ഒരു ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ദിലീപ് ചെയ്തിട്ടുള്ളത്. അത് ദിലീപിന് ഒരു നല്ലൊരു സിനിമ ചെയ്യണം, ഒരു അവാർഡ് തലത്തിൽ അംഗീകാരങ്ങളൊക്കെ കിട്ടണം എന്ന രീതിയിൽ തന്നെയാണ് ദിലീപ് ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നും ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആ സിനിമയെ കുറിച്ചും അതിന്റെ പല സീൻസിനെ കുറിച്ചും അതിന്റെ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ കാണാറുണ്ട്. ദിലീപ് നല്ല രീതിയിൽ തന്നെയാണ് അന്നൊരു സിനിമ ചെയ്തത്. പക്ഷെ ചില അഭിപ്രായങ്ങൾ അന്ന് വന്നിരുന്നത് കുറച്ച് ദിലീപിന് ഹെവിയായി, അതൊരു മോഹൻലാലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ദിലീപ് അന്ന് ഇങ്ങനെ നല്ലൊരു സിനിമ ചെയ്യാമെന്ന് വേണ്ടി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി, ദിലീപ് അങ്ങനെ അധികം വ്യത്യസ്തതയ്ക്ക് പോയിട്ട് പണി വാങ്ങിയിട്ടില്ല. ഇടയ്ക്ക് എങ്ങനെ ചെയ്യും, അപ്പുറത്തൊരു 3-4 നല്ല കമേഴ്ഷ്യൽ ഹിറ്റുകൾ കൊടുക്കും. അതുകൊണ്ട് അങ്ങ് ബാലൻസ് ആയിട്ട് പോകുന്നതാണ്. ആ സിനിമയ്ക്കൊന്ന് കഥാവിശേഷന് ദിലീപിന് ഒരു അഭിനയത്തിനുള്ള ഒരു അവാർഡൊക്കെ കിട്ടുമെന്നൊക്കെ ദിലീപ് ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വർഷം അന്ന് കിട്ടിയത് മമ്മൂട്ടിക്കായിരുന്നു, കാഴ്ചയ്ക്കായിരുന്നു. എന്നാലും ഈ ഒരു സിനിമയ്ക്ക് 2-3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ മ്യൂസിക്കിന് MJ ചന്ദ്രന് കിട്ടിയിട്ടുണ്ട്, മികച്ച 2ാമത്തെ സിനിമ. അപ്പോൾ അതിന്റെ സംവിധായകനായ TV ചന്ദ്രനും ദിലീപിനും കൂടി, ദിലീപ് നിർമ്മാതാവായിരുന്നു, ദിലീപിനും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കഥയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാഭത്തിന്റെ കാര്യം എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് അത് ലാഭം, കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട്. അതുകൊണ്ട് അത് എത്രത്തോളം ലാഭമായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. എങ്കിലും ദിലീപിന്റെ കരിയറിൽ നല്ലൊരു സിനിമകളുടെ ഒരു സിനിമ തന്നെയാണ് കഥാവിശേഷൻ. പിന്നെ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് പെരുമഴക്കാലം.
കമലിന്റെ സിനിമ. അന്ന് ഈ പറയുന്ന ഞാൻ നേരത്തെ സിനിമ സമരം നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് മഞ്ഞുപോൽ പെൺകുട്ടി ചെയ്യുന്ന സമയത്ത് കമല് താരങ്ങളെയൊക്കെ എതിർത്തിട്ട് ഒരു സിനിമ ചെയ്തു. അതിന്റെ പേരിൽ കുറെ പുകിലകളൊക്കെ സംഭവിച്ചു. പക്ഷെ കമല് ദിലീപിന്റെ ബോസാണ്, ശരിക്കും ദിലീപിന്റെ ഗുരുവാണ്. അതേ ഗുരുവിന്റെ സിനിമ തന്നെ ദിലീപ് ചെയ്തതാണ് പെരുമഴക്കാലം. അത് ദിലീപ് അതിൽ ഒരു സീനുള്ളൂ. അന്ന് മീന ജാസ്മിനും കാവ്യ മാധവനാണ് അതിന്റെ പ്രധാനമായിട്ട് അത് ത്രൂ ഔട്ട് ആ സിനിമ കൊണ്ടുപോകുന്നത്. പിന്നെ മാമുക്കോയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ ഉണ്ട്. പിന്നെ സാദിഖിന്റെ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. ദിലീപ് അതിൽ ആ കുറച്ച് പോർഷനിൽ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പൊ പാട്ട് സീനിലാണെങ്കിലും പിന്നെ അവസാനത്തെ ചെറിയൊരു രംഗത്തിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ വിനീത ഒരു പാട്ട് സീനിൽ മാത്രമേ വരുന്നുള്ളൂ. അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അത് അന്ന് വിനീതിന്റെ റോളിലെന്ന് പൃഥ്വിരാജിനെ ആലോചിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് അത് വിനീത് വന്നിട്ടുള്ളത്. എനിക്കിപ്പോഴും എന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ദിലീപ് അത് പോയി ചോദിച്ചു മേടിച്ചിട്ടുള്ളതാണ് ആ ഒരു വേഷം. അത് നല്ലൊരു സിനിമ തന്നെയാണ്. ദിലീപ് അന്ന് ആ ഒരു സിനിമയെ കുറിച്ച് കമല് പറഞ്ഞിരുന്ന ഒരു ഇന്റർവ്യൂവിൽ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സലീം പടിയത്ത് പറഞ്ഞ ദിലീപിന്റെ കമലിന്റെ അസോസിയേറ്റ് ആയിരുന്നു. കമലിന്റെ റിലേറ്റീവും കൂടിയാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അന്ന് ദിലീപ് പറഞ്ഞാണ് കമൽ സാർ ഡയറക്ട് ചെയ്യുന്നു, സലീമൊക്കെ നിർമ്മിക്കുന്നു, ഞാൻ അതിൽ ചെറിയൊരു സീനാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞ ദിലീപ് അത് ചോദിച്ചു മേടിച്ചിട്ടുള്ള ഒരു വേഷമാണ്. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു പെരുമഴക്കാലം. പിന്നെ അടുത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടുകൂടി അന്ന് തിയേറ്ററിൽ എത്തിയ ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ ഒരു പരാജയമായി പോയി. രസികൻ. അതായത് മീശ മാധവന് ശേഷം ലാൽ ജോസ് ദിലീപ് ഒന്നിക്കുന്നു. പട്ടാളം സിനിമയ്ക്ക് ശേഷം ലാൽ ജോസ് ഡയറക്ട് ചെയ്യുന്നു. ശരിക്കും അന്ന് ദിലീപിന്റെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ കണ്ടാൽ അറിയാം. അന്ന് അതിന് വേണ്ടി ഒരു പ്രത്യേക ഹെയർ സ്റ്റൈൽ മുടിയൊക്കെ പറ്റി വെട്ടിയിട്ടുള്ള ഒരു ശിവൻ എന്നാണ് ആ ഒരു കഥാപാത്രത്തിന്റെ പേര്. വെട്ടം സിനിമ റിലീസായ സമയത്ത് അതിന്റെ പ്രൊമോഷൻ സമയത്ത് ദിലീപ് ചാനൽസിൽ വന്നിരുന്നത്. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു സൂര്യ ടിവിയിൽ സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ടിനി ടോമും നമ്മുടെ ഗിന്നസ് പക്രും കൂടി അവതരിപ്പിച്ചിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലങ്ങനെ ഓരോ താരങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരും. അന്ന് ഈ വെട്ടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ദിലീപ് വന്നപ്പോൾ ദിലീപ് പറഞ്ഞു, ഞാൻ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് രസികൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശിവൻകുട്ടി എന്ന് പറഞ്ഞൊരു മോഹൻലാൽ ഫാൻ, ലാലേട്ടൻ ഫാൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ രണ്ട് ഫാൻസ് അസോസിയേഷൻകാരുടെ അവർ തമ്മിലുള്ള ഒരു കഥയാണ്, ഒരു തമാശ കഥയെന്നുള്ള രീതിയിൽ ഒരു ആഘോഷ സിനിമ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് എന്റെ ഒരു പ്രൊമോഷനും അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒക്കെ ഇറങ്ങിയിരുന്നത്. അപ്പുറത്ത് അബി അഭിനയിക്കുന്നു, പിന്നെ ഏവാ തെമ്മാടി, ലാലേട്ടൻ, മമ്മൂക്കാര്, ആ പാട്ട് സീനൊക്കെ അന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. വിദ്യാസാഗറിന്റെ ഗംഭീര പാട്ടുകൾ, സമൃദ്ധ സുനിൽ എന്ന നായിക വരുന്നു. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു സിനിമയ്ക്ക്. ഞാൻ ആ സിനിമ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ, അന്ന് ബ്ലൂ ഡയമണ്ടിൽ അപ്സര തിയേറ്ററുണ്ട്. ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ റിലീസിന് 2 ദിവസം 3 ദിവസം മുമ്പ് ബുക്കിംഗ് തുടങ്ങി. അങ്ങനെ പോയി ടിക്കറ്റ് ഞങ്ങൾ കുറെ പേര് കോളേജിൽ നിന്ന് ഒരു 10-20 പേരുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അന്ന് ഒരു 7 മണിയുടെ ഷോ, ആദ്യത്തെ ദിവസം 7 മണിയുടെ ഷോയാണ് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ കാണാൻ പോകുന്നത്. അന്ന് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ കോഴിക്കോടുകാർക്ക് അറിയാം 10 മണി, 1 മണി, 4 മണി, 7 മണി ഇങ്ങനെയാണ് ഷോ ടൈം. അന്ന് നമുക്ക് അതിന് ഇനി സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അഭിപ്രായം ഒന്നും അറിയാൻ വഴിയില്ല. അങ്ങനെ 7 മണിയുടെ ഷോന് ഒരു 6:30 ആകുമ്പോൾ എത്തുമ്പോൾ 4 മണിയുടെ ഷോ വിട്ടിട്ട് ആൾക്കാരെ ഇറങ്ങി വരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് കൂവലും ബഹളവും ഒക്കെ ആൾക്കാർ പറഞ്ഞ വെറും മോശം പടമാണ്. അപ്പൊ ഓൾറെഡി കയറുന്നതിന് മുമ്പ് ഇങ്ങനെ മോശമാണെന്നുള്ള ഒരു അഭിപ്രായം കിട്ടിയിട്ടാണ് കയറുന്നത്. പറഞ്ഞ പോലെ കുറെ നിരാശപ്പെട്ടിരുന്ന സിനിമ കണ്ടിട്ട് അവസാനമൊക്കെ ഭയങ്കര കൂവലായിരുന്നു. പക്ഷെ ഇന്ന് ആ സിനിമ കാണുമ്പോൾ അത് പല സിനിമകളും അങ്ങനെയാണ്. അന്ന് ഭയങ്കര മോശമാണെന്ന് നമുക്ക് തോന്നി, ഇന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇത് അത്രയ്ക്ക് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ പിന്നീട് അത് ഒരു നൊസ്റ്റാലജി ആയതുകൊണ്ട്, നൊസ്റ്റാലജി തോന്നുന്നതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം, പാട്ടുകൾ കൊണ്ടായിരിക്കാം. എന്തായാലും അന്ന് രസികൻ ഒരു പരാജയമൊന്നും. ലാൽ ജോസ് പോലും പറയാറുണ്ട്, ലാൽ ജോസ് ചെയ്ത സിനിമകളിൽ ലാൽ ജോസിന് നന്നാക്കാമായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയ ഒരു സിനിമ രസികനാണ്. പട്ടാളത്തിന് പോലും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടെന്നാണ് ലാൽ ജോസ് വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ദിലീപിന്റെ സിനിമ. പിന്നെ ഒരു സിനിമ ഒരു ഡിലേ ആയിട്ട് റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. അത് കുറെ കാലം മുമ്പ് 96 എന്തോ ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. ആ സിനിമയുടെ പേര് തെക്കക്കര സൂപ്പർ ഫാസ്റ്റ്. അത് താഹ ഡയറക്ടർ സിനിമ. പിന്നീട് പറക്കും തളിക പോലത്തെ വലിയൊരു സൂപ്പർ ഹിറ്റ് ഒക്കെ ദിലീപ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ഇത് 95 96 കാലഘട്ടങ്ങളിലാണ്. ശരിക്കും നായകൻ അതിൽ മുകേഷാണ്. അപ്പൊ എന്തായാലും ദിലീപിന്റെ തുടക്ക സമയം സല്ലാപവും കാക്കയ്ക്ക് പൂച്ചയ്ക്കും കല്യാണം ആ ഒരു കാലഘട്ടത്തിലായിരിക്കണം ആ സിനിമ. അതിന്റെ ലുക്കും അങ്ങനെ തന്നെയാണ്. എനിക്കിന്റെ കഥയൊന്നും ഇപ്പൊ ഓർമ്മയില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ടിവിയിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. ദിലീപ് അതില് വിദേശത്ത് എവിടെയോ മെഡിസിൻ പഠിക്കാൻ പോയി, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാതെ ഡോക്ടറാണെന്നൊക്കെ കള്ളം പറഞ്ഞ് തിരിച്ചു വരണതും അങ്ങനെയുള്ള ഒരു കഥയാണ്. അത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നിങ്ങൾ ആ സിനിമ ഒന്ന് തിയേറ്ററിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിലേഡ് റിലീസ് ആയിരുന്നു, അതുകൊണ്ട് അത് തിയേറ്ററിൽ അങ്ങനെ വലിയ വിചാരിച്ച പോലെ ഏറ്റിട്ടുള്ള സിനിമയല്ല. എന്തായാലും ഇത്രയും സിനിമകളാണ് ദിലീപിന്റെ 2004 എന്ന് പറയുന്ന ഒരു വർഷം. അതില് ഈ പറഞ്ഞ രസികൻ ഒരു പരാജയം സംഭവിച്ചു. പിന്നെ പെരുമഴക്കാലവും കഥാവിശേഷനും ഒരു വേറൊരു തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ വേറെ തരത്തിലുള്ള സിനിമയായിരുന്നു. പിന്നെ അപ്പുറത്ത് വെട്ടം പോലെ തരക്കേടില്ലാതെ പോയ ഒരു സിനിമ, അപ്പുറത്ത് റൺവേ പോലത്തെ ഒരു സൂപ്പർ ഹിറ്റ്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ആണ് ദിലീപിന്റേതായിട്ട് ആ ഒരു വർഷം. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഈ സിനിമയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട ഓർമ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക.